നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വീരഭദ്രനെ പറ്റിയിട്ടാണ്. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ പേരും നാളും കൂടി പറയുകയാണെങ്കിൽ എൻ്റെ നല്ലത്തിൽ നടത്തുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഉൾപ്പെടുത്താം. എന്താണ് കാര്യസാധ്യം കൂടി നിങ്ങളുടെ കമൻറ്റിൽ കൂടി എഴുതണം. എന്നാലും നമുക്കത് വെച്ച് പൂജിക്കാൻ സാധിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വീരഭദ്രനെ പറ്റിയിട്ടാണ്. വീരഭദ്രൻ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ജടയിൽ നിന്ന് ജനിച്ചതാണ്. നമുക്ക് എന്തുവിധ ശത്രുദോഷങ്ങൾ വന്നാലും, ഏതുവിധ ബാധാദോഷങ്ങൾ വന്നാലും, ശത്രുക്കളുടെ ഓരോ ദുർപ്രയോഗങ്ങൾ ചെയ്താലും ഒക്കെ ഇത് വീരഭദ്ര മന്ത്രത്തോടെ ഇല്ലാതാക്കി കളയാം. നിത്യം വീരഭദ്രൻ്റെ മന്ത്രം 108 തവണ വെച്ച് ചൊല്ലിയാൽ നിങ്ങൾക്കൊരു ശത്രുക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും സ്തംഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഒരു ശത്രുദോഷം ബാധിക്കില്ല. നിങ്ങളുടെ കുടുംബത്തിന് രക്ഷയും ഉണ്ടാവും. നിങ്ങൾക്കൊരു ഉയർച്ചയും വിജയവും ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു ഉന്മേഷവും ധൈര്യവും എല്ലാം വീരഭദ്രൻ നൽകിയിരിക്കുന്നതായിരിക്കും. അത് വെച്ച് ദുരുപയോഗം ചെയ്താൽ മറ്റുള്ളവർക്ക് നാശത്തിന് വേണ്ടി വീരഭദ്രൻ മന്ത്രങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചടിക്കുകയും ചെയ്യും. അത് തിരിച്ചടിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും കൂടി ഇത് ബാധിക്കും. അത് വീരഭദ്രൻ മാത്രമല്ല, മറ്റേത് ഉഗ്രദേവതയെ വെച്ച് പ്രാർത്ഥിച്ചാലും ആ വ്യക്തി നിങ്ങളൊരു ഉപദ്രവം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കും. നിങ്ങൾ നേരെ നിരന്തരമായി ഉപദ്രവം ചെയ്യുന്ന ആൾക്കാണെങ്കിൽ അത് നിങ്ങൾക്ക് അധികം ബാധിക്കില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിത്യം വീരഭദ്രൻ ജപിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ദോഷങ്ങളും മാറിപ്പോകുന്നതായിരിക്കും.